കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സെനറ്റിൻ്റെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ ഇന്നലെ ചേർന്ന സെനറ്റ് യോഗത്തിൽ നിയമവിരുദ്ധമായും ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയും ചെയ്തിട്ടുള്ള സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ഡോക്ടർ ബിന്ദുവിനെ തൽസ്ഥാനത്തുനിന്ന് പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം എന്ന് ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ 16 മാസക്കാലമായി കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. വൈസ് ചാൻസലറെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്തതുകൊണ്ടാണ് വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. സെർച്ച് കമ്മിറ്റി അംഗത്തെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സെനറ്റ് യോഗം ഒരിക്കൽ കൂടുകയും ആ സെനറ്റ് യോഗം പ്ലാനിംഗ് ബോർഡ് അംഗമായിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ രാമചന്ദ്രനെ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ എല്ലാ വിധത്തിലുമുള്ള സമ്മതം വാങ്ങിയതിനു ശേഷമാണ് സാധാരണ ഒരു പേര് നിർദ്ദേശിക്കുമ്പോൾ ആ പേര് നിർദ്ദേശിക്കുന്ന ആളുകളുടെ സമ്മതം വാങ്ങിയിട്ടാണ് ആ പേര് നിർദ്ദേശിക്കുന്നത്. ഇടതുപക്ഷ ഭൂരിപക്ഷമുള്ള സെനറ്റ് ഇടതുപക്ഷ അംഗങ്ങളാണ് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കുകയും ആ പേര് നമ്മൾ പാസ്സാക്കി വിടുകയും ചെയ്തു. ആ പേര് അദ്ദേഹം സ്വയം പിൻവലിച്ചതായി അറിയിക്കുകയും വീണ്ടും ആ വേക്കൻസി ഉണ്ടാവുകയുമാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഒരിക്കൽ കൂടി സെർച്ച് കമ്മിറ്റിയിലെ അംഗത്തെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സെനറ്റ് യോഗം കൂടിയെങ്കിലും ഇടതുപക്ഷ അംഗങ്ങൾ പങ്കെടുക്കാതെ ബഹിഷ്കരിക്കുകയും അതിനെ തുടർന്ന് കോറമില്ലാതെ ആ യോഗം പിരിയുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം യോഗം കൂടുന്നത്. ഈ യോഗം കൂടുമ്പോൾ ആ യോഗത്തിൽ സ്വാഭാവികമായും സെനറ്റിന്റെ ചെയർമാൻ എന്ന നിലയിൽ വൈസ് ചാൻസലറാണ് അധ്യക്ഷത വഹിക്കേണ്ടത്. കേരള സർവകലാശാലയിലെ കേരള യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് 1977 കേരള യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് ചാപ്റ്റർ 5 പ്രകാരം ചെയർമാൻ ഓഫ് മീറ്റിംഗ് the vice chancellor shall preside at meetings of the senate. In the absence of vice chancellor, the pro vice chancellor, if any, shall preside over the meeting. If either the vice chancellor or pro vice chancellor is absent, one member from a panel of 3 persons nominated by the vice chancellor before the date of the meeting shall be the chairman of the meeting in the order of priority. നിയമവിരുദ്ധമായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇന്നലത്തെ സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചിട്ടുള്ളത്. സെനറ്റ് മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കേണ്ടത് വൈസ് ചാൻസലർ ആണെന്നും ആർക്കൊക്കെ അധ്യക്ഷത വഹിക്കാമെന്നും കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ട്സ് 1977 ചാപ്റ്റർ 5 വളരെ കൃത്യമായി പറയുന്നുണ്ട്. വൈസ് ചാൻസലർ ഷാൽ പ്രിസൈഡ് മീറ്റിംഗ് ഓഫ് ദ സെനറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ വൈസ് ചാൻസലർ, ദ പ്രോ വൈസ് ചാൻസലർ, if any, shall preside over the meeting. If either the vice chancellor or the pro vice chancellor is absent, one member from a panel of 3 persons nominated by the vice chancellor before the date of the meeting shall be the chairman of the meeting in the order of priority. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്നലെ ഒരു തെറ്റായ വാദം ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സെനറ്റ് യോഗം അലങ്കോലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആ യോഗത്തിൽ സെനറ്റ് യോഗം കൂടുന്നതിന് വളരെ മുമ്പ് തന്നെ വന്ന് അവിടെ അധ്യക്ഷത വഹിക്കുകയാണ് എന്ന് പറയാനുണ്ടായത്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യോഗം കൂടുന്നതിന് അല്പനേരം മുമ്പേ വരികയും യോഗം കൂടുന്നതിന് നിശ്ചയിക്കപ്പെട്ട 11 മണി കഴിഞ്ഞതിന് ശേഷമാണ് വൈസ് ചാൻസലർ വരുന്നത്. ആ സമയം വരെ വെയിറ്റ് ചെയ്തിരിക്കുകയും വൈസ് ചാൻസലർ വന്നതിന് ശേഷം ഞാൻ അധ്യക്ഷനാണെന്ന് പറഞ്ഞ് അവർ എഴുന്നേൽക്കുകയുമാണ് ഉണ്ടായത്.
എന്നാൽ വൈസ് ചാൻസലർ വളരെ ക്ലിയറായി പറഞ്ഞു, ഇതിന്റെ ചെയർമാൻ ഞാനാണ് അധ്യക്ഷത വഹിക്കേണ്ടത്. എന്നാൽ സെനറ്റിലെ ഭൂരിപക്ഷ ബഹളം അവർ തന്നെ അവരുടെ മിനിറ്റ്സിൽ പറഞ്ഞതുപോലെ വലിയൊരു ബഹളമുണ്ടാക്കി അവിടുത്തെ ഇടതുപക്ഷ അംഗങ്ങൾ ഇവരുടെ അധ്യക്ഷ സ്ഥാനം അവിടെ ഉറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഇന്നലെ കൂടിയ സ്പെഷ്യൽ സെനറ്റ് മീറ്റിംഗ്, പ്രത്യേകം ഒരൊറ്റ അജണ്ട മാത്രം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആണ് ഇന്നലെ വിളിച്ചുകൂട്ടിയത്. ആ സ്പെഷ്യൽ മീറ്റിംഗിൽ മറ്റ് കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുകയോ മറ്റ് പ്രമേയങ്ങൾ എടുക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്.